ശാസ്ത്രദീപ്തി. തേങ്ങാപ്പൊങ്ങ്. മുളയ്ക്കാൻ തുടങ്ങുന്ന തേങ്ങയ്ക്കുള്ളിൽ ഉരുണ്ട ആകൃതിയിൽ ഭക്ഷ്യയോഗ്യമായ വെളുത്ത പഞ്ഞുപോലെ മൃദുവായി കാണപ്പെടുന്ന ഒന്നാണ് പൊങ്ങ്. പണ്ട് നമ്മുടെയൊക്കെ വീടുകളിൽ ഇഷ്ടം പോലെ തെങ്ങുണ്ട്. കുറെ തേങ്ങ കൂട്ടിയിട്ടിട്ടുണ്ടാവും. കുറെ നമ്മൾ ഉപയോഗിക്കും. ബാക്കി അവിടെ കിടന്ന് മുളയ്ക്കുമ്പോൾ പൊട്ടിച്ച് കഴിക്കുമായിരുന്നു. എന്നാൽ ഇന്ന് തേങ്ങയുടെ വില കൂടിയതിനാലും ലഭ്യത കുറഞ്ഞതിനാലും ഇത് അന്യമായി തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു സ്ട്രീറ്റ് ഫുഡായി തേങ്ങാപ്പൊങ്ങ് പ്രത്യക്ഷപ്പെട്ടത്. വാണിജ്യാടിസ്ഥാനത്തിൽ മുളപ്പിച്ചാണ് വഴിയോരങ്ങളിൽ വിൽക്കുന്നത്. തേങ്ങയേക്കാളും തേങ്ങാ വെള്ളത്തിനേക്കാളും ആരോഗ്യദായകമാണ് പൊങ്ങ് കഴിക്കുന്നതെന്നറിയുന്നു. ഇത് പ്രകൃതിദത്ത ഭക്ഷ്യനാരുകളാലും കാൽസ്യം, പൊട്ടാസ്യം, മഗ്നീഷ്യം, മാംഗനീസ്, ഫോസ്ഫറസ് എന്നീ മിനറലുകളാലും സമ്പന്നമാണ്. ഇലക്ട്രോലൈറ്റ് ബാലൻസ് നിലനിർത്തുന്നതിനും ഹൃദയാരോഗ്യത്തിനും പൊട്ടാസ്യം നല്ലതാണെങ്കിൽ എല്ലുകളുടെ ആരോഗ്യത്തിനും പേശികളുടെ ശരിയായ പ്രവർത്തനത്തിനും മഗ്നീഷ്യം സഹായകമാവുന്നു. തേങ്ങാപ്പൊങ്ങിൽ അടങ്ങിയിരിക്കുന്ന കൂടിയ അളവിലുള്ള ഒമേഗ-3 ഫാറ്റി ആസിഡുകൾ നാം ഇന്ന് കൂടുതലായി കഴിക്കുന്ന ഒമേഗ-6 ഫാറ്റി ആസിഡുകളെ ശരിയായ അളവിൽ നിലനിർത്താനും അങ്ങനെ ഒമേഗ-3യെയും ഒമേഗ-6 ഫാറ്റി ആസിഡുകളെയും സമതുലിതാവസ്ഥയിൽ നിലനിർത്താനും സഹായിക്കുന്നു. തയാമിൻ, റൈബോഫ്ലാവിൻ, നിയാസിൻ, ഫോളേറ്റ് എന്നീ വൈറ്റമിൻ ബി ഘടകങ്ങളും വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ എന്നിവയും അടങ്ങിയിട്ടുള്ളതിനാൽ എനർജി, മെറ്റാബോളിസം, ഇമ്മ്യൂൺ ഫംഗ്ഷൻ, സെൽ ഗ്രോത്ത് എന്നിവ നല്ല രീതിയിൽ നടക്കാൻ ഇത് സഹായകമാക്കും. തേങ്ങാപ്പൊങ്ങിന് ഗ്ലൈസെമിക് ഇൻഡെക്സ് കുറവായതിനാൽ ഡയബറ്റിസ് ഉള്ളവർക്ക് പോലും കഴിക്കാമെന്ന് പറയപ്പെടുന്നു. ആന്റി ബാക്ടീരിയൽ, ആന്റി ഇൻഫ്ലേമേറ്ററി, ആന്റി ഓക്സിഡന്റ് ഗുണങ്ങളുള്ള പ്രോട്ടീനുകൾ, കാർബോഹൈഡ്രേറ്റുകൾ, ടെർപ്പനോയിഡുകൾ, ഫ്ലാവനോയിഡുകൾ എന്നീ ഫൈറ്റോ കോൺസ്റ്റിറ്റ്യൂവന്റുകളാൽ ഇവ സമ്പുഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ശരിയായ ദഹനത്തിനും ന്യൂട്രിയന്റുകൾ, വൈറ്റമിനുകൾ, ധാതുക്കൾ എന്നിവയുടെ ഫലപ്രദമായ ആഗിരണത്തിനും ചർമ്മത്തിലെ ചുളിവുകൾ അകറ്റാനും ഏജിംഗ് അഥവാ പ്രായമാകലിനെ തടയാനുമൊക്കെ തേങ്ങാപ്പൊങ്ങ് സഹായകമാവും. ആന്റി അൾസർ ഗുണങ്ങൾ ഉള്ളതിനാൽ ഹെലിക്കോബാക്ടർ പൈലോറി ഇൻഫെക്ഷൻ, ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയ്ക്കും നല്ലതാണെന്ന് അറിയുന്നു. ചുരുക്കത്തിൽ തേങ്ങാപ്പൊങ്ങിനെ ന്യൂട്രീഷൻ ഇൻ എ നട്ട്ഷെൽ എന്ന് ധൈര്യമായി നമുക്ക് വിളിക്കാം. ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ കൊച്ചുബേബി മാഞ്ഞൂരാൻ. ശാസ്ത്രദീപ്തി.